ക്രിയേറ്റീവ് ജയ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞു ബോട്ടിലൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു ആനക്കുട്ടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. For this creation, I had taken an eyedrops bottle and nebulization respules. നമ്മൾ കഫക്കെട്ട് അല്ലെങ്കിൽ ശ്വാസം മുട്ടൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നെബുലൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ്റെ സ്ട്രിപ്പാണിത്. അപ്പോൾ അത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട, കമ്പി യൂസ് ചെയ്താലും മതി. അത് ഞാൻ ഇതിന് മുമ്പ് കാളയെയും അതുപോലെ സിംഹത്തിനെയും കടുവയെയും ഒക്കെ നമ്മൾ സ്കൾപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കൂ. അപ്പോൾ അതിൽ ചെയ്ത പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ആനയും ചെയ്തെടുക്കാം. ഇത് കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ്, സോ അതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് കാലുകളൊക്കെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം നമ്മളത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ പേപ്പർ ബാൻഡേജോ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യുക. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് coldporcelain clay apply ചെയ്യാം. അപ്പോൾ coldporcelain clay തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ക്ലേ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. coldporcelain is a homemade air dry clay. I have posted a video on that on my channel. If you want, you can watch it. Please check the link in the description box. Okay. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ടിക്ടോക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് ആക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിരുന്നു, കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. ആൻഡ് ഇവിടെ എന്തായാലും പോപ്പുലർ ആവാൻ പോകുന്നില്ല, എനിക്കറിയില്ല. ഇനിയിപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ. coldporcelain യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വെള്ളം കൊണ്ട് സ്മൂത്ത് ചെയ്യണതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇനി അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നത്, കാരണം അതൊരു കുറച്ചും കൂടെ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ബ്ലാക്ക് കളറ് കംപ്ലീറ്റ് ആയിട്ടും അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആനയ്ക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻസ് ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് കാണുമല്ലോ അല്ലേ, കുറച്ചൊരു ലൈറ്റ് കളറിൽ. സോ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്കിൻ കളർ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. സ്കിൻ കളർ എന്ന് പറയുമ്പോൾ ഞാൻ ഫ്ലഷ് ടിൻറ്റ് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഫ്ലഷ് ടിൻ്റാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രൗണും കൂടെ ബേൺസ് ചെയ്യാനും കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാനൊരു ജസ്റ്റ് ഒരു ഷോർട്ട് എൻ്റെയും കൂടെ എടുത്തതാണ് കേട്ടോ. ആൻഡ് ഇനി നമുക്ക് കൊമ്പിന് കളർ കൊടുക്കാം. വെള്ള കൊമ്പ് പെയിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫിഗറിനൊന്നും അല്ല കേട്ടോ, കാരണം നമ്മൾ ഈ റെസ്പ്യൂളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഷേപ്പ് കുറച്ചൊന്ന് വളഞ്ഞൊക്കെ ഇരിക്കും. പിന്നെ നമ്മൾ വേസ്റ്റ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പെർഫെക്ഷൻ്റെ ആ ഒരു കാര്യങ്ങൾ നോക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കുള്ള ആർമേച്ചർ ഉണ്ടാക്കി തന്നെ നമ്മൾ ചെയ്യണം ആനയെ. അപ്പം അങ്ങനെ ഒരു ആനയെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് കിട്ടുന്നതിനനുസരിച്ച് പുതിയത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ആനക്കുട്ടിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആനക്കുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ക്രിയേഷനാണ്. വലിയൊരു പ്രൊപ്പോർഷനോ കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നെബുലൈസേഷൻ റെസ്പ്യൂൾ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കമ്പിയോ അതുപോലെ തന്നെ ജസ്റ്റ് ബേസായിട്ട് നമ്മൾ കടുവയൊക്കെ ചെയ്ത പോലെ ഷേപ്പ് ചെയ്ത് അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ പേപ്പർ വെച്ചിട്ടോ ചെയ്തെടുത്താലും മതി. ആൻഡ് ഇതാണ് നമ്മുടെ ആനക്കുട്ടി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കും കേട്ടോ. പിന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഞെക്കിയേക്കും. ഞാനിത് പറയണില്ല എന്ന് വിചാരിച്ചിട്ടാണോ ആരും അങ്ങനെ സപ്പോർട്ടൊന്നും ചെയ്യാത്തത്? ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം. അപ്പോൾ തിങ്കളാഴ്ചത്തെ വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള, കുറച്ച് നാൾ മുമ്പ് തൊട്ടേ റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇനി നമുക്ക് തിങ്കളാഴ്ച കാണാം അല്ലേ. Till then, thank you for watching. Cheers.